ഈ മനോഹരമായ സ്വർഗത്തിന്റെ നദികളുടെ അവകാശി ആരെന്ന് കൂടി പറയണം നബിയേ. അതിൽ കുളിക്കാനും കുടിക്കാനും നീരാടാനുമുള്ള സ്വാതന്ത്ര്യം അല്ലാഹു ആർക്കാണ് കൊടുക്കുന്നതെന്ന് കൂടി പറയണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് സഹാബത്തിന് മറുപടി കൊടുക്കുകയാണ്. 4 വിഭാഗത്തിന് അല്ലാഹു ആ സ്വർഗത്തിന്റെ നദി ആസ്വദിക്കാനുള്ള മഹാഭാഗ്യം കൊടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു ഈ ഭൗതിക ലോകത്ത് പടച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ അടിമകളിൽപ്പെട്ട, അല്ലാഹുവിന്റെ ദാസന്മാരിൽപ്പെട്ട, അല്ലാഹുവിന്റെ വിശ്വാസികളായ ഉമ്മത്തിൽപ്പെട്ട പെങ്ങളെ 4 വിഭാഗത്തിന് ആ സ്വർഗത്തിന്റെ നദി ആസ്വദിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെയും കടന്നു പോകുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഒരു അമൽ ചെയ്താൽ, ആ ഒരു അമൽ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമാക്കിയാൽ സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെ കടന്നു പോകാനുള്ള മഹാഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരമൽ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കിയാൽ, ഇന്നു മുതൽ അല്ലെങ്കിൽ നാളെ സുബഹി മുതൽ ഇൻഷാ അല്ലാഹ് നിത്യമാക്കിയാൽ സ്വർഗത്തിന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു പോകുന്ന പോലെ 8 കവാടത്തിലൂടെയും കടക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കും. ഈ നദി ആർക്കാണ് നബിയെ? അള്ളാന്റെ റസൂല് പറഞ്ഞു, 4 വിഭാഗത്തിന് ഈ നദി ആസ്വദിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു കൊടുക്കും. നമുക്ക് പഠിക്കണ്ടേ? 8 കവാടത്തിലൂടെയും സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു അമൽ. അത് ഇൻഷാ അല്ലാഹ് ഇന്ന് അതിന്റെ ദുആഇന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ട് ആ അമലിനെ പരിചയപ്പെടുത്തിയിട്ട് നമ്മൾ ദുആ ചെയ്ത് പിരിയും. ഈ പറയാൻ പോകുന്നത് 4 സ്വർഗത്തിന്റെ മനോഹരമായ അരുവികൾ ആസ്വദിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നവരാണ്. സഹാബികൾ ഇങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ആർക്കാണ് റബ്ബേ ഈ സ്വർഗത്തിന്റെ നദിയുടെ അവകാശിയായാൽ ആ സ്വർഗം തന്നെ നിനക്ക് അവകാശപ്പെട്ടതല്ലേ? സ്വർഗത്തിന്റെ നദി ഈ ഒരു സ്വഭാവം കൊണ്ട് നിനക്ക് കിട്ടുമെങ്കിൽ അവിടെ കിടക്കുമ്പോ ആ തോട്ടത്തിൽ കയറണ്ട, ആ പഴം പറിക്കണ്ട എന്നൊന്നും അവിടെ ഇല്ല. എല്ലാം പിന്നെ നിനക്കുള്ളതാ. പക്ഷെ നമ്മൾ അടിച്ചെടുത്തത് ഒരു ചെറിയ നദിയാണ്. ആ നദി അടിച്ചെടുത്തപ്പോ ആ ഭാഗം മുഴുവനും അള്ളാഹു നമുക്ക് തരും. അങ്ങനെ ഒരു വഴിയിലൂടെയെങ്കിലും നമുക്ക് അതിന്റെ അകത്ത് കിടക്കാലോ.